അതിരപ്പള്ളിയിൽ സെപ്റ്റിക് ടാങ്കിൽ വീണ കാട്ടാനക്കുട്ടിയെ രക്ഷിച്ചു. 15-ാം ബ്ലോക്കിലെ ഏറുമുഖം ഫോറസ്റ്റ് സ്റ്റേഷന് സമീപമാണ് കുട്ടിയാന സെപ്റ്റിക് ടാങ്കിൽ വീണത്. ആജ്ഞ രവീന്ദ്രനുണ്ട് വിവരങ്ങളുമായി. ആജ്ഞ, ശ്രമകരമായിരുന്നോ രക്ഷാദൌത്യം? ആരുടെ നേതൃത്വത്തിലാണ് നടന്നത്? പിന്നീട് എന്ത് ചെയ്തു കുട്ടിയാനെ? രേണുക, ഈ രാവിലെ ജോലിക്കെത്തിയ തോട്ടം തൊഴിലാളികളാണ് സെപ്റ്റിക് ടാങ്കിൽ നിന്ന് ആനക്കുട്ടിയുടെ ശബ്ദം കേട്ട് വനംവകുപ്പിന് വിവരം അറിയിക്കുന്നത്. അതിരപ്പള്ളിയിലെ പ്ലാന്റേഷൻ കോർപ്പറേഷനിൽ എസ്റ്റേറ്റ് 15-ാം ബ്ലോക്കിലെ എറുമുഖം ഫോറസ്റ്റിന് സമീപത്താണ് ഈ സംഭവം ഉണ്ടായത്. ആളൊഴിഞ്ഞ ക്വാർട്ടേഴ്സിനോട് ചേർന്നുള്ള പഴയ സെപ്റ്റിക് ടാങ്കിന്റെ സ്ലാബ് തകർന്നാണ് കാട്ടാനക്കുട്ടി ഇതിന് ഉള്ളിലേക്ക് വീണത്. ഇത് തന്നെയെല്ലാം വനംവകുപ്പും റാപ്പിഡ് റെസ്പോൺസ് ടീമും സംയുക്തമായിട്ടാണ് സ്ഥലത്തെത്തി ഈ ആനക്കുട്ടിയെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചത്. അപകട സ്ഥലത്തിന് തൊട്ടടുത്ത് തന്നെ കാട്ടാനക്കൂട്ടം നിലയോട് ഉറപ്പിച്ചിരുന്നു. അത് രക്ഷാപ്രവർത്തനത്തിന്റെ തുടക്കത്തിൽ തടസ്സമായിരുന്നു. ഇപ്പോ പിന്നീട് തുടർന്ന് പടക്കം പൊട്ടിച്ചും മറ്റും ആനക്കുട്ടിയെ സുരക്ഷിത അകലത്തിലേക്ക് മാറ്റി നിർത്തിയ ശേഷമാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. അതുപോലെ തന്നെ JCB ഉൾപ്പെടെയുള്ള യന്ത്രങ്ങളും നെറ്റും ഉപയോഗിച്ചിട്ടാണ് മണ്ണുമാറ്റിയും അതുപോലെ കയറിനേറ്റ് താഴ്ത്തിക്കൊടുത്തൊക്കെയാണ് മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിനൊടുവിലാണ് ആനക്കുട്ടിയെ സുരക്ഷിതമായി പുറത്തെടുക്കാൻ കഴിഞ്ഞത്. സാരമായ പരിസ്ഥിതികളൊന്നുമില്ല എന്നാണ് പ്രാഥമിക പരിശോധനയിൽ വ്യക്തമായത്. ഇതിനെ തുടർന്ന് കാട്ടിലേക്ക് കയറ്റി വിട്ടിട്ടുണ്ട്. വനംവകുപ്പ് ആനക്കുട്ടിയുടെ നീക്കങ്ങൾ നിരീക്ഷിച്ചു വരികയാണ്. ശരി, ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.